ഓക്കെ. ഫവാസ്, ഫവാസിന്റെ ടീച്ചറിനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഫവാസ്, ബെനീറ്റ, ഇപ്പൊ ടീച്ചറിനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എക്സാം ഇടുന്നു പറഞ്ഞല്ലേ? അല്ലേ? ആ, പഠിച്ചോ? ഒരാഴ്ച കൊണ്ട് പഠിക്കാത്തത് ഇപ്പം 10-15 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പഠിച്ചു എന്നാ പറയുന്നേ. നമുക്ക് റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? സെൽന, ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിലുള്ള പകുതി പേരും ഇല്ലല്ലോ ഇപ്പൊ ഇവിടെ. പേടിച്ചിട്ടാണോ? എഴുത്തിനെ കാണുന്നില്ല. ജൂലിയൻ, ആ ഓക്കെ. എന്നാ ഒരു ഹിന്ദി നോട്ട് ബുക്ക് എടുത്തേ, 2 ലൈൻ കോപ്പി എടുത്തേ, ബാക്ക് പേജ് എടുത്തോ, ബാക്ക് പേജ്. Take your pencil. Are you ready? ഓക്കെ. കുറച്ച് പേരുടെ വരാനുണ്ടല്ലോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വേർഡ് ആം. ആം, ആം മീൻസ് എന്താ ആമിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്ന് അത് അവിടെ ഹൈഫൺ ഇട്ട് എഴുതണം. ആം. ഏഞ്ചൽ റോസ്, മുഹമ്മദ് ഷാഹിൽ, ജെവിൻ ജേക്കബ്, പ്ലീസ് ഓൺ യുവർ വീഡിയോ. എനിക്ക് കാണാത്തവരെ ഒന്നും ഞാൻ ഇത് ചെക്ക് ചെയ്യില്ല കേട്ടോ. നോക്കി എഴുതരുത്. ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. നിങ്ങൾ നല്ല കുട്ടികളെ എനിക്കറിയാം. ഗാന്ധിയുടെ കഥ നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം, കുറെ പേർക്ക് അറിയാം അല്ലേ? മിസ്റ്റർ പറഞ്ഞു തന്നിട്ടുണ്ട്. ആം ഇംഗ്ലീഷ് വേർഡ് എഴുതുക. നെക്സ്റ്റ് ഗാജർ. ഗാജർ, ഗാജർ. ഗാജർ. Okay. Angel Rose. Angel Rose. What happened? ആദ്യം ആം പറഞ്ഞു, സെക്കൻഡ് വൺ ഗാജർ, തേർഡ് വൺ ചാത്ത. ചാത്ത. ആം, ഗാജർ, ചാത്ത. ഷഹ്മ, വീഡിയോ ഓൺ ചെയ്യേ. ഫസ്റ്റ് വൺ ആം, ആമിന്റെ ഇംഗ്ലീഷ് വേർഡ് എഴുതുക. സെക്കൻഡ് വൺ ഗാജർ, ഇംഗ്ലീഷ് വേർഡ് എഴുതുക. തേർഡ് വൺ ചാത്ത. നോക്കി എഴുതവരെ ഞാൻ കാണുന്നുണ്ട്.
ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കി എഴുതുന്നത്. ഷഹ്മ, പ്ലീസ് ഓൺ യുവർ വീഡിയോ. നെക്സ്റ്റ് 3 വേർഡ്സിലേ ഉള്ളൂ. ചിടിയ, ചിടിയ. ചിടിയ ഏതൊക്കെ വേർഡായി? വേർഡ്സ് ഏതൊക്കെയായി? ആം, ഗാജർ, ചാത്ത, ചിടിയ. വായിച്ചോണ്ടിരിക്കണം. ആരോട് എവിടെ പോവാ? ആരോട് എക്സാം എഴുതാതെ പോവാണോ? അതിനായിരുന്നു മോനെ. സോറി. ആരോൺ റൈറ്റ്. ചിടിയ എഴുതിയില്ലേ? നെക്സ്റ്റ് പഹിയ, പഹിയ, പഹിയ. നിദ ഫാത്തിമ കൈസ്, പ്ലീസ് ഓൺ യുവർ വീഡിയോ. പഹിയ. ഫൈവ് വേർഡ്സ് ആയല്ലേ? മതിയാ? എത്ര പേര് നോക്കി എഴുതി? എല്ലാരും നോക്കി എഴുതി. ഓക്കെ. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ പാടെ അമ്മയോട് പറയണത് ചെക്ക് ചെയ്ത് തരാൻ. ചെക്ക് ചെയ്ത് ആൻസർ ഷീറ്റ് ടീച്ചറിന്റെ പേഴ്സണൽ ഗ്രൂപ്പിൽ ഇടണം കേട്ടോ. ഇപ്പൊ തന്നെ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ പാടെ ഇപ്പൊ അമ്മയ്ക്ക് നോട്ട് ബുക്ക് കൊടുത്തോ? കുഴപ്പമില്ല, അമ്മ നോക്കി ചെക്ക് ചെയ്തോളും. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ പാടെ അത് പോസ്റ്റ് ചെയ്യണം. തിരുത്താനൊന്നും നിൽക്കരുത്. വെട്ടിത്തിരുത്തിയാല് എനിക്കറിയാം. അമ്മയുടെ 5 വേർഡ്സിലുള്ളൂ. അമ്മയ്ക്ക് സമയമൊക്കെ ഉണ്ടാവും. 5 വേർഡ്സിലുള്ള അമ്മയുടെ അത് കറക്റ്റ് ചെയ്ത് എത്ര മാർക്ക് ഉണ്ടെന്ന് എഴുതിയിട്ട് ടീച്ചറിന്റെ പേഴ്സണൽ വാട്സപ്പിൽ ചെയ്താൽ മതി കേട്ടോ. ഗ്രൂപ്പിൽ ഇടണ്ട. ഓക്കെ. ക്ലോസ് യുവർ നോട്ട്ബുക്ക്. ഒന്നുകൂടെ പറഞ്ഞു തരണോ? ഫസ്റ്റ് വൺ ആം, സെക്കൻഡ് ഗാജർ, തേർഡ് വൺ എന്തായിരുന്നു? ചാത്ത, ഫോർത്ത് വൺ ചിടിയ, ഫിഫ്ത്ത് വൺ പഹിയ. ആയും ഈന്റെ ചിഹ്നം ചേർത്തുള്ള വാക്കുകൾ മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. ഓക്കെ. ക്ലോസ് യുവർ നോട്ട്ബുക്ക്. പേടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല അല്ലേ? എക്സാം ഇടുന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ച് ഇത്രയും നേരം. ക്ലോസ് യുവർ നോട്ട്ബുക്ക്. ഓക്കെ. Take your textbook. Take your textbook and pencil. നമ്മള് സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചു അല്ലേ? ഋക്കി മാത്ര. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിരിക്കുക, ശ്രദ്ധിക്കുക. എന്തൊക്കെയാ പഠിച്ച? നമ്മള് ഇറിന്റെ ചിഹ്നം ചേർത്തിന്റെ വാക്കുകൾ പഠിച്ചു. അതൊക്കെ ഒന്നുകൂടെ വായിച്ചു തരാം. എന്തിനു ഈ റിപ്പീറ്റ് ആ ടീച്ചർ വായിച്ചിരുന്നേ അറിയോ? വായിക്കാൻ കിട്ടാത്തവര്, അതായത് ലാസ്റ്റ് വന്നവർക്കും കൂടെ വേണ്ടിയാണ് ടീച്ചർ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു തരുന്നുണ്ടല്ലേ? എന്നിട്ട് ശ്രദ്ധിക്കാത്തവരുണ്ട്. ഒരു ക്ലാസ്സിൽ തന്നെ ഒരു 5-6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൽ ഇപ്പൊ ഈ ടീച്ചർ എടുക്കുന്ന ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അല്ലേ? പിന്നെ ഒന്ന് ജസ്റ്റ് വീട്ടിൽ നിന്നും കൂടെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. കുറെ പേര് മടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, എനിക്കറിയാം. എഡ്വിനൊക്കെ വീഡിയോ ഓഫ് ചെയ്ത് പോയി അല്ലേ? ഓക്കെ. എന്താ സെക്കൻഡ് പാഠത്തിൽ നോക്കിയോ? ഋക്കി മാത്ര ഒന്നുകൂടെ വായിച്ചു തരാം. വൃക്ഷ്, നൃപ്, ഋഷി, ഗൃഹ് അല്ലേ? അതിന്റെ താഴെ കുറെ വാക്കുകളുണ്ട്. ഇറ് ചേർത്തുള്ള കുറെ വാക്കുകളുണ്ട്. ഏതൊക്കെയാ? ഇന്ന് വായിച്ചു തന്നില്ലേ? അത് പടിയ ഒരു സമുച്ചയം. ഒന്നുകൂടെ വായിച്ചു തരാം വായിക്കാൻ കിട്ടാത്തവർക്ക്. ഇറിന്റെ ചിഹ്നം ചേർത്തുള്ള കുറെ വാക്കുകളുണ്ട്. മൃഗ്, കൃഷി, കൃപ, കൃഷ്ണ്. നിങ്ങൾ അവിടുന്ന് വായിച്ചോ ടീച്ചറിന്റെ കൂടെ? ഒന്നുകൂടെ. മൃഗ്, കൃഷി, എവിടെയാ? ബുക്കിന്റെ താഴെ ലാസ്റ്റ്. കൃപ, കൃഷ്ണ്,
ജോസഫ് എന്താ അവിടെ എഴുതിക്കൊണ്ടിരിക്കുവാണ് ജോസഫ്? എഡ്വിൻ തോമസ്, നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞു. ഡിറ്റേഷൻ വേർഡ്സ് ഇട്ട് കഴിഞ്ഞു. ഇനി വേണ്ട കേട്ടോ, ടൈം കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ടൈമിന് കയറണം. ലാസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ ലാസ്റ്റ് ഇനി പറഞ്ഞുതരാം. ഇപ്പൊ പാഠം എടുക്കുമല്ലേ നമ്മള്, ലാസ്റ്റ് പറഞ്ഞുതരാം. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. എവിടെയാ ഒന്നൂടെ? മൃഗ്, all of you say, വായിച്ചു പഠിക്ക്. മൃഗ്, കൃഷി, കൃപ, കൃഷ്ണ, ഗൃഹ, തൃണ, തൃതീയ, അമൃത്, കൃപാൺ, കൃഷക്, കൃണ, ബൃഹത്, വൃഷഭ്, പൃഥ, കൃത്. Okay, take your next page. Take your next page. Next page എന്താ? പഠനാഭ്യാസ്. കണ്ടോ, റീഡിങ് എക്സസൈസ് എന്ന് പറഞ്ഞേക്കുന്നത്. എന്താ? നമുക്ക് വായിച്ച് പഠിക്കാനുള്ള എക്സസൈസ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിച്ചേ. എന്താ അവിടെ നോക്കിയേ? നൃപ് കാ മുകുട് അല്ലേ? എന്താ നൃപ് എന്ന് പറഞ്ഞ എന്താ നമ്മൾ പഠിച്ചത്? നൃപ് എന്ന് പറഞ്ഞാല് രാജാവ്, കിങ് അല്ലേ? അതെ, നൃപ് കിങ്. നൃപ് കാ മുകുട് നമ്മളത് വായിച്ച് പഠിക്കുവാണ് വേണ്ടത്. ഒത്തിരി ഒന്നും പഠിക്കണ്ട, കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടാവും അല്ലെ? ജൂലിയൻ, ലിസൺ ഹിയർ. ഓൾ ഓഫ് യു ലിസൺ ഹിയർ. കൈ കെട്ടിയിരുന്നേ അവിടെ എല്ലാവരും. എന്തൊരു ഇളകി മറിഞ്ഞിരിക്കാതെ നേരെ ഇരുന്നേ. ഓക്കെ, വായിച്ചേ. റീഡിങ് എക്സസൈസ് എന്നാ പറയുന്നത് അല്ലേ? വായിച്ചു പഠിക്കാനാ, വായിച്ച് പരിശീലിക്കാനാ പറയുന്നത് നമ്മളോട് അല്ലേ? വായിച്ചോ. നൃപ് കാ മുകുട്. ഞാൻ വായിപ്പിക്കും ലാസ്റ്റ്, ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കും. ഇപ്പൊ പഠിച്ചോ. നൃപ് കാ മുകുട്. രാജാവിന്റെ കിരീടം എന്നാ പറഞ്ഞത്. മുകുട് എന്ന് പറഞ്ഞ എന്താ? ക്രോൺ അല്ലേ? നിങ്ങളെ അർത്ഥമൊന്നും പഠിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ ഒന്ന് ജസ്റ്റ് വായിക്കാൻ പഠിക്കുക ഇന്നത്തെ ക്ലാസ്സില്. നൃപ് കാ മുകുട്. കൃഷക് ഹൽ ചല. കൃഷക് എന്ന് പറഞ്ഞ ആരറിയോ? കൃഷിക്കാരൻ, കർഷകൻ. കൃഷക് ഹൽ ചല. ഓക്കെ, കൃഷി കർ. കൃഷി കർ. നോക്ക്, അക്ഷരങ്ങൾ നോക്കവിടെ. കൃഷി കർ. നെക്സ്റ്റ്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണുന്നുണ്ട് അവിടെ ഒരു വൺ വരച്ചത് കാണുന്നുണ്ടോ? നൃപ് കാ മുകുട് കഴിഞ്ഞിട്ട് ഒരു വൺ കണ്ടോ? അതെന്താന്നറിയോ നിങ്ങൾക്ക്? അത് ഹിന്ദിയിൽ ഫുൾ സ്റ്റോപ്പ് ആണ്. ഫുൾ സ്റ്റോപ്പ് എന്ന് പറയാം അതിന്. നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ലേ ഇംഗ്ലീഷിലൊക്കെ? ഒരു സെന്റൻസ് കഴിഞ്ഞോടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ലേ? അതേപോലെ ഹിന്ദിയിൽ ഫുൾ സ്റ്റോപ്പിന് പറയുന്നതാണ്. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു വണ്ണ് പോലെ വരയ്ക്കുന്നതിനാണ് ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുക. മനസ്സിലായോ? ഓക്കെ, അപ്പം once more say നൃപ് കാ മുകുട്. ഇങ്ങനെ തന്നെ ബൈ ഹാർട്ട് പഠിക്കണം, വായിച്ചു പഠിക്കണം. നൃപ് കാ മുകുട്, കൃഷക് ഹൽ ചല, കൃഷി കർ, अभी गृह मत जा, अभी गृह നമ്മൾ പഠിച്ചു. ഗൃഹ എന്നുള്ള വേർഡ് പഠിച്ചു അല്ലേ? അഭി ഗൃഹ മത് ജാ.
ജ തൃണ് ഉധ കൃണ ന കർ. ഓക്കെ. വൃക്ഷ का കേര. वृषभ ला. कृपा कर. ഓക്കെ. ഒന്നുകൂടെ വായിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. വായിക്കാൻ പറയും. ഇപ്പൊ ടീച്ചർ അൺമ്യൂട്ട് ചെയ്യും എല്ലാവരെയും. ഇപ്പൊ പറയേണ്ടി വരും. കണ്ട് ശ്രദ്ധിച്ചിരുന്നോ? നൃപക മുകുട്, कृषक हल चला, कृषि कर, कृषि कर, कृषि कर, अभी गृह मत जा, अभी 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 गृह മഴയാണൊന്നും കേൾക്കുന്നില്ല. ആർക്കാ? ജോയലിനാണോ മഴ അവിടെ? ഓക്കെ. മഴയില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഷഹ്മ, ടീച്ചർ പറയുന്നത് ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാവോ? ജോയലിന് കേൾക്കുന്നില്ല, അതുകൊണ്ട് ടീച്ചറിന് പറഞ്ഞു കേൾപ്പിക്കാൻ പറ്റുന്നില്ല. ഓക്കെ. ജൂലിയൻ, മോള് പറഞ്ഞോ. അഭി ഗൃഹ് അവൾക്ക് കിട്ടുന്നില്ല. ഗൃഹ് മത് ജാ. വായിക്കാൻ പഠിക്കണം ഇപ്പൊ. എനിക്ക് മിസ് പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല, ഈ മഴയുള്ള കാരണം. ആണോ? ആർക്ക് കേൾക്കാൻ പറ്റുന്നില്ല? കേൾക്കാം. ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? യെസ് കുറെ പേരുണ്ട്, നോയും ഉണ്ട്. ഓക്കെ, കുറെ പേരുണ്ട്. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ മഴയില്ലാത്ത സ്ഥലത്ത് പോയിരിക്കൂ. അതിപ്പോ റേഞ്ച് പ്രശ്നം ഉണ്ടാവും അല്ലെ? ഓക്കെ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കണ്ടോ? അഭ്യാസ് കണ്ടോ? എക്സർസൈസ് എന്ന് പറഞ്ഞിട്ട് അഭ്യാസ് കണ്ടു? അവിടെ കണ്ടോ? ഇർക്കി മാത്ര ലഗാക്കർ ശബ്ദം കോ പൂരാ കരോന്ന് അല്ലേ? അതെന്താ ചെയ്യേണ്ടത്? ടേക്ക് യുവർ പെൻസിൽ. അവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് നമുക്ക്. അവിടെ ഇറിന്റെ ചിഹ്നം ചേർക്കാനാ പറയുന്നത്. ഇറിന്റെ ചിഹ്നം ചേർക്കണം. ഫസ്റ്റ് വന്നൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താ? ഖണാന്ന് കൊടുത്തിട്ടുണ്ട്. ഖണാന്നല്ലല്ലോ നമ്മള് പഠിച്ചത്, കൃണാന്നല്ലേ? യെസ്. അവിടെ അവര് ശരിയായിട്ട് എഴുതി തന്നിട്ടുണ്ട്. ഖായുടെ അടിയിൽ അല്ലെ, നീച്ചെ താഴെയാണ് ഇറിന്റെ ചിഹ്നം കൊടുക്കേണ്ടത്. കൃണ അവിടെ അത് എക്സാമ്പിൾ ഉണ്ട് അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, നബുന കൊടുത്തേക്കുന്നത്. എന്താ അവിടെ വേണ്ടത് അറിയോ നിങ്ങൾക്ക്? നൃബുന്ന് വേണം. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ എന്താ വേണ്ടത്? ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. നിങ്ങളൊന്ന് നൃബ് വേണം. നൃബ് ബെനിറ്റ് മ്യൂട്ട് ആക്കണ്ട. നെക്സ്റ്റ്, നൃബുന്ന് എങ്ങനെ എഴുതും? ഞാൻ എന്ന അക്ഷരത്തിന്റെ അടിയില് ഇറിന്റെ ചിഹ്നം എഴുത്. ഇപ്പൊ ചെയ്യണം. ഇപ്പൊ ചെയ്യ്. നായുടെ അടിയില്, ഞാൻ എന്നുള്ള അക്ഷരത്തിന്റെ അടിയില് ഇറിന്റെ ചിഹ്നം കൊടുക്കണം. എന്നിട്ട് അങ്ങോട്ട് മാറ്റി എഴുതുക. ഡാഷ് ഇട്ടെടുത്ത് എഴുതുക. നൃബ് കൈസ്. നൃബ്
ഓക്കെ ആയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. കഷണ്ണ കബണ്ണ കൊടുത്തേക്കുന്നത് അല്ലേ? കബൺ. കബണ്ണല്ല നമ്മൾ പഠിച്ചത്. എന്താ? കൃപൺ അല്ലേ? ആ, കൃ വേണം. കൃപാൺ എന്നാണ്, കൃപൺ എന്നല്ല, കൃപൺ. ഇത് എവിടെയാ ഉള്ളത്? ടെക്സ്റ്റ് ബുക്കിന്റെ ഇത് കണ്ടോ? ഫസ്റ്റ് ആ സെക്കൻഡ് പാഠത്തിലെ ലാസ്റ്റ് കുറെ വേർഡ്സ് നമ്മൾ പഠിച്ചു അല്ലേ? അവിടെയുണ്ട് കൃപാൺ. ഇന്ന് ജസ്റ്റ് നിങ്ങൾ ഇത് എഴുതുക. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെയൊക്കെ മലയാളം പറഞ്ഞു തരും. ഇപ്പൊ എല്ലാം കൂടെ ഒന്നിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ വേർഡ്സ് വായിച്ച് പഠിക്കുകയോ ചെയ്യാവൂ. ഓക്കെ, കൃപാൺ. ക എന്ന അക്ഷരത്തിന്റെ അടിയില് ഇറിന്റെ ചിഹ്നം ചേർക്കണം. ഞാൻ ഇപ്പൊ ചോദിക്കും, എഴുതിയവർ കാണിക്കാൻ പറയും. അവിടെ ഇരുന്നോ നിങ്ങള്. നെക്സ്റ്റ് നോക്കിയേ, ഖത്ത് എന്നാ കൊടുത്തേക്കുന്നത്. ഖത്ത് എന്നല്ലല്ലോ നമ്മൾ പഠിച്ചത്. ആ, കൃത്. കായുടെ അടിയില് ഇറിന്റെ ചിഹ്നം കൊടുക്കുക. കൃ, കൃത്. നെക്സ്റ്റ് തണ് എന്നാ കൊടുത്തേക്കുന്നത്. തണ്. തണ് എന്നല്ലല്ലോ വേണ്ടത്. തൃണ്, തൃണ്. തണന്നല്ല, തൃണ്. തായുടെ അടിയില് ഇതിന്റെ ചിഹ്നം കൊടുക്കുക. തായുടെ അടിയില് ഇറിന്റെ ചിഹ്നം കൊടുക്കുക. തൃണ്. ഓക്കെ, നെക്സ്റ്റ് അത് മാറ്റി എഴുതണം കേട്ടോ. ഡാഷ് ഇട്ടെടുത്തോട്ട് മാറ്റി എഴുതണം. ഇവിടെ നിങ്ങൾ എഴുതരുത്. ബുക്കിലുള്ളതിന്റെ വേർഡിന്റെ അടിയിൽ എഴുതരുത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഡാഷ് ഇട്ടെടുത്ത് കറക്റ്റ് ആക്കി എഴുതുക. നെക്സ്റ്റ് കർഷക് എന്നാ കൊടുത്തേക്കുന്നത്. കർഷകല്ല, എന്താ? കൃഷക്. കൃഷക്. ആ, ഫസ്റ്റ് കായന്റെ അടിയില് ഇറിന്റെ ചിഹ്നം കൊടുക്കുക. കൃഷക്. നെക്സ്റ്റ് കബ എന്നാ കൊടുത്തേക്കുന്നത്. കബ. കബയല്ല നമ്മുടെ. എന്താ? കൃപ. പായില്ലേ? പായില് അവിടെ ഒരു ആയിന്റെ ചിഹ്നമുണ്ട്, ശ്രദ്ധിച്ചോ നിങ്ങള്? കൃപ. ആ, ഓക്കെ. അപ്പം അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇത് എസ് ഇടും കേട്ടോ. 6 വേർഡ്സ് ഉണ്ട് അല്ലേ? ഇവിടെ 4 ഉണ്ടല്ലേ? ഈ 4 വേർഡ്സ് ഇത് എഴുതി പഠിക്കണം. ഏതൊക്കെയാ? വൃക്ഷ, നൃപ്, ഋഷി, ഗൃഹ. അവിടെ എഴുതിക്കോ. ഡിറ്റേഷൻ വേർഡ്സ് എന്ന് പറഞ്ഞ് അവിടെ എഴുതിക്കോ. ഡിറ്റേഷൻ 4 വേർഡ്സ് അല്ലേ? ഓൺലി 4. ഇതിപ്പോ എഴുതി കഴിഞ്ഞവരൊന്ന് മിസ്സിനെ കാണിക്കൂ. ഓക്കെ, അവിടെ എഴുതിക്കോ ക്ലാസ് വർക്ക്. നിന്റെ ഡേറ്റ് ഇട്ടിട്ട് ക്ലാസ് വർക്ക് എന്നിട്ടോ. എത്ര ഡേറ്റ്? 7/2/2020 എഴുതിക്കോ. ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡില് 7/2 എന്നാണോ എഴുതുന്നത്? നമ്മള് 2/7 എന്നല്ലേ എഴുതണ്ടേ? സോറി ടീച്ചർ, ഇപ്പം കമ്പ്യൂട്ടറിൽ ഉള്ളതുപോലെ പറഞ്ഞാണ്. 2 ജൂലൈ അല്ലേ? 2/7/2020. 2/7/2020. ഓക്കെ, ക്ലാസ് വർക്ക് എഴുതി. ഓക്കെ, ഗുഡ്. Then close. ഇതിന്റെ താഴെ കണ്ടോ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം. കുറെ പിക്ചർ കണ്ടോ നിങ്ങള്? ഇത് ഇവിടെ എഴുതണം. നിങ്ങൾ ആ ഡാഷ് ഇട്ടിട്ട് നിങ്ങൾ എഴുതണം. എന്നിട്ട് ഫോട്ടോ അയച്ചു തരണം കേട്ടോ. ഗ്രൂപ്പിലാ? ആ, ഗ്രൂപ്പിൽ എഴുതണം. എല്ലാം അയക്കണ്ടേ? ഒന്നിച്ചിട്ടാ മതി. ഒന്നിച്ചിട്ടാ മതി. എന്താ ഇത്? എന്താ ഡിയറിന് പറയാ? പഠിച്ചില്ലേ നമ്മള്? എന്താ പഠിച്ച? മൃഗ് എന്നാ പഠിച്ചല്ലേ? ഇറിന്റെ ചിഹ്നം ചേർത്ത് മൃഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. എന്നാ ഇപ്പൊ ചെയ്തോ, എന്നാ അത് പിന്നെ എഴുതാം. ഇത് ചെയ്തോ. അത് കണ്ടോ? ചിത്രാങ്കോ ശബ്ദം സെ ജോഡോ. ഇത് കണ്ടോ? നെക്സ്റ്റ് പേജിൽ കണ്ടോ നിങ്ങള്? ഇവിടെ നോക്കിയേ. ജോയിൻ പിക്ചേഴ്സ് വിത്ത് വേർഡ്സ്. ഫസ്റ്റ് വൺ ഡിയറിന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ? ഇവിടെ ബോക്സിലുള്ള വേർഡ്സ് വായിച്ച ആദ്യം. കൃഷ്ണ,
കൃപാൻ കൃപ ഋഷഭ് തൃണ് വൃഷഭ് മൃഗ്. മൃഗ്. നമുക്കല്ലേ ഫസ്റ്റ് അറിയാവുന്ന ഏതെങ്കിലും വാക്കുണ്ടോ ഇവിടെ? കൃഷ്ണ. കൃഷ്ണൻ. ആരാ കൃഷ്ണൻ? ലോർഡ് ഓഫ് കൃഷ്ണ അല്ലേ? കൃഷ്ണൻ, നമ്മുടെ ശ്രീകൃഷ്ണൻ. ആ കൃഷ്ണ എന്നുള്ള വാക്ക് എവിടെയാ? ഫസ്റ്റ് വൺ. മാച്ച് ചെയ്തേ. കൃഷ്ണ എഴുതി. പിന്നെ എന്താ? നമ്മള് ഋഷഭ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഋഷഭ്. നിഹാര എന്താ മോളെ, ബുക്കില്ലേ? പ്ലീസ് അൺമ്യൂട്ട്. എന്താ മോളെ? എനിക്ക് ആ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിട്ടാണ്. ഒന്നത് സ്ക്രീനിൽ കാണിക്കുമോ? ഏതാ സ്ക്രീൻഷോട്ട് എടുക്കാൻ? ഞാനത് അയച്ചു തരാം. ഓക്കെ. വിഷമായോ? ഇപ്പൊ ഒന്നും കാണുന്നില്ല അല്ലെ? ബുക്കില്ല അല്ലെ? ഓക്കെ. എഴുതിയോ? കൃഷ്ണൻ എഴുതിയോ? കൃഷ്ണൻ മാച്ച് ചെയ്തോ? അല്ല നിഹാര. നിഹാര അല്ല, നിങ്ങൾ അവിടെ വെച്ച നിഹാരക്ക് എന്താ ബുദ്ധിമുട്ട്? ബുക്ക് ഇല്ലേ കുഞ്ഞിന്? ഇല്ല. അതെന്താ ബുക്ക് വാങ്ങാത്തത്? സ്ഥലത്തില്ല. സ്ഥലത്തില്ല അല്ലെ? കുഞ്ഞെവിടെയാ ഇപ്പൊ? കൊട്ടിയൂര്. ഓക്കെ. എപ്പോ വരും നിങ്ങള്? എപ്പോഴാ ബുക്ക് വാങ്ങുന്നത്? അടുത്ത ആഴ്ച. അടുത്ത ആഴ്ചയാണോ? ഓക്കെ. അതിപ്പോ എഴുതണ്ട കേട്ടോ. സ്ക്രീനിൽ കാണിച്ചാൽ മതി, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അതെയോ? താങ്ക് യു. ഓക്കെ ഓക്കെ. ഓക്കെ. എന്തൊക്കെയായിരുന്നു? കൃഷ്ണ ചെയ്തു അല്ലേ? പിന്നെന്താ? അടുത്ത മാച്ച് ചെയ്തോ? കൃഷക്. കൃഷക് എന്ന് പറഞ്ഞാല് കൃഷിക്കാരൻ അല്ലേ? അറിയുന്നത് ഫസ്റ്റ് മാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല. കൃഷക് അല്ലേ? കൃഷിക്കാരൻ. പിന്നെയോ? ഋഷഭ് കാള. ഋഷഭ്. അല്ല, എല്ലാം ടീച്ചർ പറഞ്ഞു തന്നെ ശരിയാവോ? നിങ്ങൾ ചെയ്യണ്ടേ? മൃഗം എന്ന് പറഞ്ഞ ഏതാ? മൃഗ് ആണോ? ഒന്ന് കണ്ടുപിടിച്ച് നോക്കുവോ? നോക്കട്ടെ, കണ്ടുപിടിക്കോ നോക്കട്ടെ. അപ്പൊ 2 വർക്ക് തന്നിട്ടുണ്ട് അല്ലേ? മിസ് കറക്റ്റ് ചെയ്തു തരും. സെക്കൻഡ് ക്ലാസ്സിൽ ഇതൊക്കെ വർക്ക് ചെയ്തതാണ്. പറ്റുമോ നോക്കട്ടെ. ഇതൊന്നുണ്ട്, പിന്നെ ഈ ഹോംവർക്ക് ഉണ്ട് അല്ലേ? ആരായിരുന്നു നേരത്തെ? നിഹാര. നിഹാര മോളെ, ഇതും കൂടെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓക്കെ ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട്. എന്താ നിഹാര? എടുത്തു. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാ പറഞ്ഞത്? ഒരാള് പറയോ? ആരാ പറയാ? ബെനീറ്റ? അല്ലെ ജൂലിയ? ബെനീറ്റ അൺമ്യൂട്ട് ആണ്. ആണ്. ബെനീറ്റ ഒന്ന് പറഞ്ഞു, ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ വർക്കാ പറഞ്ഞത്? സെക്കൻഡ് പാഠത്തില്
സെക്കൻഡ് പാഠത്തിലെ ഫസ്റ്റ് പേജിലെ ST ഉണ്ട്. അത് ST ഉണ്ടെന്ന് അത് പഠിപ്പിച്ചു അല്ലേ? നെക്സ്റ്റ് ആ വേർഡ്സ് ഒക്കെ വായിപ്പിച്ചു. പിന്നെ എന്താ വായിപ്പിച്ചത്? പിന്നെ നെക്സ്റ്റ് പേജില് അതും വായിപ്പിച്ചു. കൊറേ വേർഡ്സ് ഉണ്ട് അല്ലേ? സെന്റൻസ് ആയിട്ട് വരുന്നുണ്ട്. അത് വായിപ്പിച്ചു. പിന്നെ മാത്ര ചേർത്ത് പിന്നെ ഇറിന്റെ ചിഹ്നം ചേർത്ത് എഴുതാനുള്ളത് എഴുതി. ക്ലാസ് വർക്ക് ചെയ്തു. എല്ലാവരും കേൾക്കുന്നുണ്ടോ ഇത്? ഇന്നത്തെ ക്ലാസ് എന്താ ചെയ്തെന്ന്? ഓക്കെ, ഇറുക്കി മാത്ര അല്ലെ? ഇറിന്റെ ചിഹ്നം ചേർത്ത് വാക്കുകള് ഫില്ല് ചെയ്തു. പിന്നെന്താ പഠിപ്പിച്ചത്? പിന്നെ ഹോംവർക്ക് തന്നു. ഏതാ ഹോംവർക്ക് തന്നത്? ഇത് നിങ്ങള് ഇതിപ്പൊ ചെയ്യണ്ട. അതിനിടയിൽ നമുക്കൊരു ഫില്ലിന്റെ ബ്ലാങ്ക്, ഒത്തിരി വർക്ക് തരുന്നില്ല. ഇത് ചെയ്യണ്ട കേട്ടോ. അതെ, നമ്പർ 2 മാച്ച് ദ ഫോളോയിങ് ഇപ്പൊ ചെയ്യണ്ട. ഓക്കെ, ഒത്തിരി വർക്കായ ശരിയാവില്ല. ഒന്നാമത് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നില്ല. ടീച്ചർ വായിക്കുമ്പോ നിങ്ങൾ വായിക്കുന്നില്ല. ഈ വേർഡ്സ് നമ്മൾ പഠിച്ചതിന് ശേഷം വേണം നമുക്ക് മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ. ഇത് ചെയ്യണ്ട കേട്ടോ ഇപ്പൊ നിഹാര. ഓക്കെ, ഒത്തിരി ആയ നിങ്ങൾ എഴുതില്ല. അക്ഷരദീപം എടുത്ത് ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്ലാസ്സില് സെക്കൻഡ് ചാപ്റ്റർ എടുത്തു. സെക്കൻഡ് ചാപ്റ്ററിലെ ഈ 4 വേർഡ്സും ഹിന്ദി വേർഡ്സും ഇംഗ്ലീഷ് വേർഡ്സും മസ്റ്റ് ആയിട്ട് പഠിക്കണം, എഴുതി പഠിക്കണം. നിങ്ങൾ നോട്ട് ബുക്കില് 2 ലൈൻ കോപ്പിയില് ഒരു 5 ടൈംസ് എഴുതിക്കോ. എഴുതിയോ നിങ്ങളിത്? എഴുതിയതാണോ? എന്ന് എഴുതണ്ട. ഇത് എഴുതി പഠിച്ചു അല്ലേ? ഈ വാക്കുകൾ വായിച്ച് പഠിക്കുക. ഈ താഴത്തെ വാക്കുകളും വായിച്ച് പഠിക്കുക. അടുത്ത ദിവസം ഡിറ്റേഷൻ ഇടും കേട്ടോ, ഈ 4 വേർഡ്സും. നെക്സ്റ്റ് പേജില് ഈ സെന്റൻസ് അല്ലേ? നൃബിക്കാ മുകുട്, കൃഷക് ഹൽ ചല, കൃഷി കർ, അഭി ഗൃഹ മത് ജാ, जा तृण उड़ा, घृणा न कर, वृक्ष का घेरा, वृषभ ला, കൃപാകർ. അല്ലേ? ഇത് നന്നായിട്ട് വായിക്കണം. നിങ്ങൾക്ക് എക്സാമിനുണ്ടല്ലോ ഇത് ഫില്ലിന്റെ ബ്ലാങ്ക്സ് വരും. എന്താ? നൃബിക്ക ഡാഷ്. അപ്പൊ നമുക്ക് പറയാൻ കിട്ടണം. എന്നാലും നമുക്ക് ബ്രാക്കറ്റ് തരും, നിങ്ങൾക്ക് ആൻസർ തരും. പക്ഷെ നൃബിക്ക ഡാഷ്, നൃബിക്ക എന്താ? മുകുട്. നൃബിക്ക മുകുട്. അത് അങ്ങനെ വായിച്ച് പഠിച്ചാലേ നമ്മൾക്ക് മുകുടാണെന്ന് അത് അറിയുള്ളൂ. അപ്പൊ എങ്ങനെ പഠിക്കണത്? നൃബിക്ക മുകുട്. അത് അങ്ങനെ വായിച്ച് പൈകാത്താവണം. അതാണ് ഇവിടെ പറയുന്നത് റീഡിങ് എക്സർസൈസ്. വായിച്ച് പരിശീലിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറിന്റെ ചിഹ്നം ചേർത്തിട്ടുള്ള വാക്കുകൾ എഴുതി അല്ലേ? ചിഹ്നം തന്നിട്ടില്ല. ഈ 3 കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഇറിന്റെ ചിഹ്നം തരാതെ വേർഡ്സ് തന്നു. ആ വേർഡ്സിന് നമ്മൾ ഇറിന്റെ ചിഹ്നം കൊടുത്തു. അതെ, അപ്പം ഇത്രയും 3 കാര്യങ്ങളെ ടീച്ചർ ഇന്ന് ക്ലാസ്സിൽ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊന്നും നിങ്ങൾ ചെയ്യാനില്ല. ഇത് ഹോംവർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഇത്രയേ ഉള്ളൂ. ചെയ്തിട്ട് ഗ്രൂപ്പിൽ എഴുതണ്ടേ? അതെ, ഗ്രൂപ്പിൽ എഴുതണം. പിന്നെ ടേക്ക് യുവർ അക്ഷർദീപ്. Take your അക്ഷർദീപ്. Take fast. നമ്മൾ എവിടെയാ എത്തിയത്? ഒരു പേജ് കഴിഞ്ഞു. അല്ലേ? എന്തൊക്കെയാ? ആങ്ക്, മാഥ, ബരൗനി, ടാങ്ക്, പുത്തലി. അല്ലെ? അതിന് ഇംഗ്ലീഷ് വേർഡ് അവിടെ തന്നെയുണ്ട്. നെക്സ്റ്റ് പേജിൽ കണ്ടോ? ശരീർ കെ അങ്ക്. ശരീരത്തിലെ അവയവങ്ങൾ, പാർട്സ് ഓഫ് ബോഡി ആണ് ഉദ്ദേശിക്കുന്നത്. അതില് ശ്രദ്ധിച്ചെവിടെ എന്തൊക്കെയാ കൊടുത്തേക്കുന്നോ? കാൻ മീൻസ് ഇയർ, ചെവി. ദാഢി എന്നാണോ? അല്ല, ദായ കൊടുത്തേക്കുന്നത് അല്ലെ? ദാഢി. ഗർദൻ, കമർ, മൂഞ്ച്. ഓക്കെ, അതിന്റെ ഇംഗ്ലീഷ് വേർഡ് അതിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? കുറെ വാക്കുകൾ പരിചയപ്പെടാൻ വേണ്ടിട്ട് നമുക്ക് അക്ഷരദീപത്തിൽ അല്ലേ? ഓക്കെ, നമ്മുടെ ടൈം തീരാൻ പോവാണ്. അപ്പൊ ഇത് എന്താ ചെയ്യണ്ടേ?
ഇവിടെ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഹോംവർക്ക് എഴുതി വെക്കുക. ഹോംവർക്ക്. ഡേറ്റ് ഇടുക, ഹോംവർക്ക് ചെയ്യുക. എഡ്വിൻ, പ്ലീസ് അൺമ്യൂട്ട്. ടീച്ചർ ടീച്ചർ പറയാന്ന് പറഞ്ഞായിരുന്നു. എസ് ടി ഇടുക. എസ് ടിയിൽ നമ്മള് 5 വാക്കുകൾ പറഞ്ഞല്ലേ? ആദ്യം പറഞ്ഞത് രണ്ടെണ്ണം ഞാൻ എഴുതി. മാംഗോ. ആദ്യം നോക്കി മാംഗോ, ഗാജർ, ചാത്ത, ചിടിയ, പഹിയ. ചിടിയ, പഹിയ ആയിരിക്കും മോനെ എഴുതാത്തത്. ഓക്കെ, ഓഡിയോ. ചാത്ത, പിന്നെ ചിടിയ, ചാത്ത, ചിടിയ, ചെടി, പഹിയ. പഹിയ. ഡിറ്റേഷൻ അടുത്ത ആഴ്ച ഇടും. അത് പേഴ്സണൽ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി കേട്ടോ. ഡിറ്റേഷൻ ഇട്ട് ശരിയിട്ടത് ഇപ്പൊ ഇടണം. ക്ലാസ് കഴിഞ്ഞ അവിടെ. ഓക്കെ, then bye, see you. ടീച്ചർ 5 എണ്ണേ ഉള്ളൂ. 5 എണ്ണേ ഉള്ളൂ. Bye. ബൈ. ബൈ. പഠിക്കണം കേട്ടോ. ആ.